നിങ്ങൾ രാജുവേട്ടനായിട്ട് എന്താ കമ്പയർ ചെയ്യുന്നത്, എൻ്റെ അച്ഛനായിട്ട് എന്താ കമ്പയർ ചെയ്യാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അച്ഛൻ്റെ പോലെ തന്നെ അല്ല, ഇത് തെറി വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെഡ്ലൈൻസ് ഇടുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഗോകുലേട്ട, മാധവ് സുരേഷ് വന്നിട്ടില്ല, എന്ത് പറ്റി? മാധവ് കുറച്ച് വർക്കായിട്ട് എനിക്ക് തോന്നുന്നു കൊച്ചി കാലിക്കറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ കൂടാതെ അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. ഗോകുലേട്ട ഒരു മിനിറ്റ് ഫോട്ടോ എടുത്തിട്ട് പറയാം. മാധവ് സുരേഷിനെ പൃഥ്വിരാജിനോട് ഒരു കമ്പാരിസൺ വരുന്ന സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതൊക്കെ കാണാറുണ്ടോ? പൃഥ്വിരാജിന്റെ അതേ മെച്യൂരിറ്റിയിൽ സംസാരിക്കുന്ന രീതി, മോഡുലേഷൻ ആയാലും അതായത് സംസാര ശൈലി, ഇന്റർവ്യൂവിൽ അങ്ങനെ രീതിയിലുള്ള സംസാരം കമ്പാരിസൺ വരുന്നത് രാജുവേട്ടനായിട്ടാണ്. നിങ്ങൾ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കോൺട്രഡിക്ഷൻ എനിവേസ് ഉണ്ട്. വെറുതെ തന്നെ കാണുന്ന പ്രേക്ഷകനൊരു രസം, ഒരു ഓളത്തിന് വേണ്ടി മാത്രം ഇങ്ങനെയൊക്കെ ചർച്ചകളൊക്കെ നടത്താം. അവൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒരു പുതിയ പയ്യനാണ്. രാജുവേട്ടൻ ഏകദേശം അവൻ്റെ പ്രായത്തോളം തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ്. ഞാൻ പൃഥ്വിരാജ് ഫാൻ ബോയ് ആണ് സ്കൂൾ ടൈമിലൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ അവൻ കോൺഫിഡൻ്റ് ആണ് മാധവ്. അവൻ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ രാജുവേട്ടനായിട്ട് എന്താ കമ്പയർ ചെയ്യുന്നത്, എൻ്റെ അച്ഛനായിട്ട് എന്താ കമ്പയർ ചെയ്യാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അച്ഛൻ്റെ പോലെ തന്നെ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അവർ കുറച്ചുകൂടെ ചെറിയ പ്രായമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചോരത്തിളപ്പിൻ്റെ ഒരു സംസാരവും കൂടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. രാജുവേട്ടനായിട്ട് അല്ലാത്ത കമ്പാരിസൺ ഒന്നും നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നോ രണ്ടോ സിനിമ ചെയ്തപ്പോൾ ജസ്റ്റ് ഇൻഡസ്ട്രിയിലോട്ട് കയറിയിട്ടുള്ള ആളല്ലേ. അത് കമ്പാരിസൺ വരുന്ന ടാലന്റിനോടല്ല, സംസാര ശൈലിയോടാണ്. ഭയങ്കര പക്വതമായ പ്രായത്തിൽ കവിഞ്ഞ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹെഡ്ലൈൻസ് ഇട്ട് ഇതിനെ കൊടുക്കുമ്പം അതിനെ ഈ ടാലന്റ് ആയിട്ടും കരിയറും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന പോലെയാണ് അടിയിൽ കമന്റ്സും കാര്യങ്ങളും വരുന്നത്. അതിടുന്ന സോഷ്യൽ മീഡിയാസ് ആരും അത് ഓണപ്പ് ചെയ്തിട്ട് അവരാരും അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനോ ഒന്നും അതിനൊന്നും ഒരു നീക്കം നടക്കുന്നില്ല. അല്ല, ഇത് തെറി വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെഡ്ലൈൻസ് ഇടുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ. ഓക്കെ, ഇത് പ്രേക്ഷകർ തന്നെ കമന്റ്സിലൂടെ രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മാധവ് സുരേഷിനോടും ചോദിച്ചപ്പോൾ മാധവ് സുരേഷ് പറഞ്ഞത് ഇതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്ന രീതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അച്ഛൻ്റെ ഒക്കെ നേച്ചർ തന്നെയാണ്. രാജുവേട്ടൻ്റെ നേച്ചർ ജനറ്റിക്കലി എൻ്റെ അനിയന് വരേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു.